അപ്പൊ നമുക്ക് ഈ തൃശ്ശൂർ പൂരം കലക്കി ആകെ വിഷയമാണ്. പോലീസ്, രാഷ്ട്രീയം, ജയിച്ച സ്ഥാനാർത്ഥി, തോറ്റ സ്ഥാനാർത്ഥി, ആകെ വിഷയമാണ്. നമ്മള് തൃശ്ശൂർക്കാര് എന്ന നിലയ്ക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇതിനെ പറ്റി തോന്നുന്നത്? പൂരം കലക്കാന്ന് പറഞ്ഞാല് എല്ലാ വർഷങ്ങളിലും പിന്നെ പോസ്കോ കൂടും, കമ്മിറ്റി കൂടും, കാര്യങ്ങളൊക്കെ കൂടും, തീരുമാനിക്കും. ഈ തീരുമാനം നടപ്പിലാക്കുന്ന സമയത്ത്, അതായത് സാമ്പിളിന് മുമ്പ് വന്നിട്ട് ആദ്യം വനംവകുപ്പ് വരും, പിന്നെ കഴിഞ്ഞ് എക്സ്പ്ലോസീവ് വരും, പിന്നെ കഴിഞ്ഞ് സുരക്ഷാ ഭാരതെന്ന് പറഞ്ഞ് പോലീസുകാർ വരും, ഇതിനിടെ കൂടെ കുറച്ച് രാഷ്ട്രീയക്കാരും വരും. ഇതെല്ലാം കൂടിയിട്ട് മനഃപൂർവ്വം ദേവസ്വങ്ങളെ കലിപിടിപ്പിക്കണം. തീർച്ചയായിട്ടും ദേവസ്വങ്ങളെ കലിപിടിപ്പിച്ചിട്ട് ദേവസ്വങ്ങൾ മേപ്പൊട്ട് നോക്കി അവർക്ക് ഭ്രാന്താവാൻ. പിന്നെ ഈ ഭ്രാന്തിനിടയില് ഈ പറഞ്ഞ വിഷയങ്ങള് അവിഹിതമായിട്ടുള്ള പോലീസ് ഇടപെടലുകൾ, ഇതിനൊക്കെ കൃത്യമായി കളക്ടറേറ്റില്, കളക്ടർ സാന്നിധ്യത്തില്, മേയർ സാന്നിധ്യത്തില്, പൂരം ദേവസ്വം കമ്മിറ്റിയുടെ സാന്നിധ്യത്തില് മീറ്റിംഗ് കൂടി എടുത്ത തീരുമാനങ്ങൾ റൈറ്റപ്പ് ഉണ്ടായിനെ. ഈ റൈറ്റപ്പ് പാലിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. ഈ റൈറ്റപ്പ് പാലിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടോ? അതല്ല, ഈ എക്സിബിഷൻ ഉണ്ടല്ലോ, പൂര എക്സിബിഷൻ, അതിനെ ചൊല്ലി അവർക്ക് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയാണ് വരുന്നത്. ഈ പൈസ കിട്ടുന്നത് പൂരം പ്രദർശനത്തിനാണ്. അല്ല, നമ്മളിൽ നിന്ന് സംഭാവന പിരിക്കേണ്ടവര്, സ്ഥിരം സംഭാവനക്കാരുണ്ട്, അതുകൊണ്ട് നടക്കില്ല. നടക്കണമെങ്കിൽ ഇത് വേണം. അത് പ്രശ്നം ഉണ്ടാക്കി കുളം കലക്കുന്ന ഒരു അവസ്ഥ. കുളം കലക്ക മാത്രല്ല, ഈ ഘടക പൂരങ്ങൾക്ക് പൈസ കൊടുക്കണം. ആരൊക്കെ പൈസ കൊടുക്കണം, പട്ട, പിന്നെ അവരുടെ ഭക്ഷണ ചെലവ്, അവരുടെ ചെലവുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വഹിക്കുന്നത് ഇതിലാണ്. ഈ സമയത്ത് വന്നിട്ട് ഇവര് കുളം കലക്കണം. പിന്നെ വേറെ കാര്യമുണ്ട്, എനിക്ക് അറിവുണ്ട്. നമ്മൾ ഈ ഡെയിലി നമ്മൾ കേരളത്തിൽ വാഹന പഠനം, ഒരു ആയിരക്കണക്കിന് ആളാണ് വാഹനം ഇടിച്ചു മരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ വാഹനങ്ങളൊക്കെ ഇടിച്ച ആളുകൾ മരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ വാഹനം മുഴുവൻ അങ്ങോട്ട് നിരോധിക്കുന്നില്ല. പക്ഷെ വെടിക്കെട്ടിന്റെ കേസും പറഞ്ഞ് ഇത്ര കോടി രൂപ ചെലവാക്കി വെടിക്കെട്ട് എടുക്കുമ്പോൾ പൂരപ്പറമ്പിൽ ഒരാളെ നിർത്താൻ പാടില്ല, റൗണ്ടിൽ ഒരാളെ നിർത്താൻ പാടില്ല. ആസ്വാദകര് വേണ്ട, ഉദ്യോഗസ്ഥന്മാർ കണ്ടോളാം. അതെ, ഉദ്യോഗസ്ഥന്മാർ പൂരം കണ്ടോളാം. നിങ്ങൾ കാണണ്ട. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ ഒരു എതിർപ്പ്, ഇഷ്ടക്കേട് ഇത് ദേവസ്വങ്ങൾക്കും ഇതായിട്ട് ബന്ധപ്പെടുന്നവർക്കുണ്ട്. ഉണ്ടാവേണ്ടതല്ലേ? അവരെ ബുദ്ധിമുട്ടിച്ച് അവർക്ക് തലയ്ക്ക് വട്ടായി. അപ്പൊ ഒരു ശരിക്കും 100% അവരുടേതല്ലാത്തൊരു കാരണം കിട്ടിയപ്പോ ശരിക്കും അവരൊന്ന് കയറി. ഇതാണ് സത്യമാണ്. കാരണം ഇതില് ദേവസ്വങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയം എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കളിക്കുന്നതാണ് ഈ മുഖ്യമന്ത്രി അന്വേഷണം. ഈ എവിടെയായിരുന്നു ഇത്രയും കാലം? എന്തോ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. അപ്പൊ ആരെ കളിക്കുന്നത് അറിയാൻ പറ്റില്ല. ജനങ്ങൾ വിദ്യാവന്മാര് ഇതിൽ പറ്റിയിരുന്നില്ലേ? അവസാന നിമിഷത്തില് ദേവസ്വങ്ങളിൽ വട്ട് നമ്മൾ പറയില്ലോ, ജാതി പിടിപ്പിക്കാം. പ്രത്യേകിച്ച് ആനയുടെ കേസ് പറഞ്ഞിട്ട് പൂരത്തിന്റെ ആഴ്ച വരുമ്പോ ആനക്ക് വലിയ ഓർമ്മ. ഇതിന്റെ എന്താ പറയാ, സാമ്പിളിന്റെ സമയത്താണ് തുടങ്ങുന്നവര്. അപ്പൊ തുടങ്ങി വെക്കും. അതെ. പിന്നെ ഞാൻ അറിയാലോ, ഈ വെടിക്കെട്ടിന്റെ കേസ് തന്നെ ആലോചിച്ചത്, ഈ ആളുകൾ മുഴുവൻ വരുന്നവരും മുഴുവൻ ഈ വെടിക്കെട്ട് കാണാനുള്ളൊരു ഈ കൊല്ലം ഉണ്ടായത് പകല് വെടിക്കെട്ട് പൊട്ടിച്ചാൽ ആർക്ക് എന്ത് കാണാനാണ്? സൗണ്ട് കേൾക്കാൻ പോകാനാണ്. ഇന്നത്തെ പ്രശ്നം സോൾവ് ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ. അത് സോൾവിങ് അല്ല. എന്നുവെച്ചാലേ ഇത് ദേവസ്വം ശരിക്കും എന്തായാലും നാണം കിട്ടാളും മിഠായി കിട്ടി. ഇനിയിപ്പോ ഈ കൊല്ലം ഇങ്ങനെ പോയാലും കുഴപ്പമില്ല, പൊട്ടിക്ക് എന്തേലും ആയിക്കോട്ടെ. ഇതില് അത് ഉപയോഗിച്ചൊരു ഗുണം കിട്ടിയിട്ടുണ്ട്. ആർക്കാന്നറിയാം, സ്ഥാനാർത്ഥികൾ ഒരാള് ജയിക്കുക എന്തായാലും. വേറൊരു രസം എന്താണെന്നറിയോ? തൃശ്ശൂരുള്ള ആൾക്കാരും സ്ഥാനാർത്ഥികളൊക്കെ പുറത്തു പോയ നേരത്ത് ഈ പൂരം കല്ലെങ്കിൽ കൃത്യസമയത്ത് ആംബുലൻസിനാ വരണേ സ്ഥാനാർത്ഥി. എന്താണ് പ്ലാൻ? ഇനി വേറെ താമസിച്ചില്ലേ, ഇവിടെ ആരും മറ്റേ ഈ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഇത്തരം ഒരു വിഷയം പ്രതീക്ഷിച്ചിട്ടില്ല. ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോ ഈ ദേവസ്വങ്ങളെ സംബന്ധിച്ചും സർക്കാരിന്റെ ഈ ഇതിനെതിരെയാണ് അവരുടെ വികാരം നിൽക്കുന്നത്. ഒരു പണി കൊടുക്കണം. അപ്പൊ ഒരു പണി കൊടുക്കണം എന്ന് ദേവസ്വങ്ങൾക്ക് ഒരു പ്ലാനിങ് ഇല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് അവര് പാവങ്ങള് ദിനരാത്രങ്ങൾ പണിയിട്ടുണ്ടാക്കിയിട്ടാണ്. അവര് പണി കൊടുക്കുന്ന അങ്ങനെയല്ലെന്ന് ഈ ഓരോ വിഷയം പറഞ്ഞിട്ടേ സംഭവിച്ചിട്ടുള്ളത്. അതുണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും അവര് മാക്സിമം ശ്രമിച്ചു. ഇതിന്റെ പട്ടി കൊണ്ട് പോടാന്നാ പറഞ്ഞേ.
കമ്മീഷണർ പറഞ്ഞ് ആർക്ക് വോട്ടോക്കാനെ. അല്ല അപ്പൊ അവരെന്താ 100% അവരേതല്ലാത്തൊരു കാരണം കിട്ടിയില്ല. എന്തായാലും ഒരു വട്ടം ഇങ്ങനെ ഉണ്ടായാലും അടുത്ത കൊല്ലം തൊട്ട് ക്ലിയർ ആവും. ശാന്തി അമ്പലത്തിൽ കയറുന്നപ്പോ ശാന്തി പിടിച്ച് പുറത്താക്കണു. ഇതെന്തത് ഒരു വർഷേ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോ എന്താണെന്ന് അറിയില്ലേ, വലിയ വിവാദം വിഷയമല്ല. അപ്പൊ അടുത്ത വർഷം എന്തുണ്ടാവും, പരമാവധി എല്ലാവരും കൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അല്ല ഉണ്ടായിരുന്നു. ഇനി മേലാൽ അങ്ങനെ അത് ഈ സമയമാകുമ്പോ അപ്പൊ വേറെ ഉദ്യോഗസ്ഥരാകും. കഴിഞ്ഞില്ലേ? കൂടുതലൊന്നും ശ്രദ്ധയുണ്ടാവും. ഇതായാലും വേറെ കാര്യം, സംഭവം വളരെ വേദനാജനകമായി എന്നതിൽ വേറെ ഒന്നും പറയാനില്ല. ഇല്ലേ ഇതിലേ തോറ്റ സ്ഥാനാർത്ഥികൾ ഗുണം കിട്ടിയെന്നറിയോ? കാരണം എന്താ, ഈ ഒരു കാരണം കൊണ്ടായതുകൊണ്ട് അവർക്ക് പറഞ്ഞു നിൽക്കാൻ കാരണം കിട്ടി. അല്ല, വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. 2 LDF UDF വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതൊരു കാരണം ഇതായിരുന്നു മാത്രം, നിമിത്തമായി മാറിയെന്ന് മാത്രം. അതെന്നാ കാര്യം, വേറെ കാര്യമൊന്നുമില്ല. എന്തായാലും ഒന്നും സംഭവിക്കില്ല കേരളത്തിൽ ഈ പിണറായി വളർത്താൻ കാലം. വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. ഇത്രയുള്ള കാര്യം. ഓഫ് ചെയ്തോ.